ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഒരുപാട് ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടി നമ്മളെ തൊട്ട വീട്ടിലെ ഒരു മാവിന്നാണ് കേട്ടോ നമ്മൾ മാങ്ങയൊക്കെ അറുക്കണത്. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അടിപൊളിയായിട്ടുള്ള അച്ചാർ തയ്യാറാക്കുകയാണ് കേട്ടോ. അതിനുവേണ്ടി മാങ്ങകളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും നമ്മളെ മാങ്ങമ്മ പറ്റില്ല കേട്ടോ. അപ്പോൾ നന്നായി തുടച്ച് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷമാണ് തുടച്ച് ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മാങ്ങകളെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വെയിൽ കുറവായത് കാരണം നമ്മളെ വിറകടുപ്പിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ചെറിയ ചൂടിലിങ്ങനെ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണക്കി ശരിയായി കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതൊക്കെ അതും ചെറുതായി നല്ല പൊടിയായി അരിയണം കേട്ടോ. നന്നായി ചെറിയ രൂപത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതൊക്കെ അരിഞ്ഞതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. നമ്മളെ ഇരുമ്പ് ചട്ടിയാണ്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ. അതിൽ 200 എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിക്കുക കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുകും കുറച്ചധികം തന്നെ വേണം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മൂത്ത് വരണം കേട്ടോ. പച്ചപ്പൊക്കെ മാറി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവില്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി. അങ്ങനെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് അച്ചാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പേക്ക് പൊടി ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കായം പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അച്ചാറും പൊടിയിൽ കായമൊക്കെ ഉണ്ടാവും, എങ്കിലും ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. തീയൊക്കെ നന്നായി കുറച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. നല്ലൊരു കയ്പ്പ് രസമാവും അപ്പോൾ വരിക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തീ നന്നായി കുറച്ചതിന് ശേഷം നമ്മളതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. വീട് നിറയെ നമ്മുടെ അച്ചാറിൻ്റെ മണമാണ് കേട്ടോ. ഉലുവടയും കടുകും കറിവേപ്പില കായം ഇതിൻ്റെയൊക്കെ ഫുൾ മണം വീട് നിറഞ്ഞിരിക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മളിലേക്ക് ഉപ്പും സുർക്കയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ടതിന് ശേഷം 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പിൻ്റെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. സുർക്ക മാങ്ങ എത്രയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവൂ കേട്ടോ. അങ്ങനെ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി, അല്ലെങ്കിൽ നമ്മളെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ.
അങ്ങനെ ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത് മൂടി വെക്കുക. അപ്പോൾ എന്താ പറയുക, ഒരുപാടങ്ങ് മൂടി വെക്കേണ്ട ആവശ്യമില്ല, ചൂടിൽ വേവുള്ളൂ കേട്ടോ. അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ അച്ചാറും പൊടിയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഗ്ലാസ് കുപ്പിയിലേക്ക് മാറ്റിയാണ് കേട്ടോ ഇത്. നെയ്ച്ചോറിലേക്കും ബിരിയാണിയിലേക്കും അതുപോലെ ചോറിലേക്കും ഒക്കെ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റോട് കൂടി ആയി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.